ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ 1UI 8.5 വേർഷൻ്റെ ബീറ്റ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഫോണുകൾക്കാണ് ഇപ്പോൾ 8.5 ബീറ്റ പ്രോഗ്രാം അപ്ഡേറ്റിലേക്ക് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ ബീറ്റ പ്രോഗ്രാമിൽ നമുക്ക് ബീറ്റ അപ്ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഇവരുടെ ബീറ്റ പ്രോഗ്രാം അപ്ഡേറ്റ് എനേബിൾ ചെയ്യണം, അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യണം. അതെങ്ങനെ നമ്മളിതിന് മുമ്പ് നമ്മുടെ 1UI 8 വന്നപ്പോഴും അതിൻ്റെയൊക്കെ നമ്മൾ ഈ ബീറ്റ പ്രോഗ്രാം എങ്ങനെ സൈൻ അപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് വീഡിയോ ഇട്ടുണ്ടായിരുന്നതാണ്. അതേപോലെ തന്നെ ഇതിന് ആക്ച്വലി ഈ ബീറ്റ പ്രോഗ്രാം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി നമ്മുടെ എലിജിബിൾ ഡിവൈസിലെ ലിസ്റ്റിൽ വേണം. അപ്പോൾ ഏതൊക്കെ ഫോണാണ് ഇപ്പോൾ നമ്മുടെ ഈ 1UI 8.5 അപ്ഡേറ്റിൻ്റെ എലിജിബിൾ ലിസ്റ്റിലേക്ക് വന്നേക്കണേ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന സീരീസ് എന്ന് പറയുന്നത് ആകെ ഒരു സീരീസ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. S25 സീരീസാണ് വന്നിരിക്കുന്നത്. അതിൽ S25 പ്ലസ് അല്ല പ്ലസ് ഇല്ലല്ലോ, പിന്നെ S25 അൾട്ര, ഈ 3 മോഡൽ മാത്രമേ വന്നിട്ടുള്ളൂ. S25 FEയും വന്നിട്ടില്ല. ഈ 3 മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇത് ആക്ച്വലി നമ്മുടെ S24 സീരീസുകൾക്കും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് S25 സീരീസുകൾക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 8.5 എന്ന് പറയുന്ന ഈ 1UI അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രത്യേകിച്ച് അവരുടെ ആനിമേഷൻസും അതുപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് S23 എപ്പോഴും അതിൻ്റെ എന്താ പറയുക സ്റ്റേബിൾ അപ്ഡേറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട്. സ്റ്റേബിൾ അപ്ഡേറ്റ് കിട്ടുമ്പോൾ നല്ല ലേറ്റ് ആവും കേട്ടോ. S23 കിട്ടുമ്പോൾ പിന്നെയും ലേറ്റ് ആവും. ഇത് ആക്ച്വലി ഒറിജിനൽ സാധനം S25 സീരീസിൽ തന്നെ കിട്ടുമ്പോൾ തന്നെ മിക്കവാറും മിക്കവാറും 2 മാസമെങ്കിലും മിനിമം എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ S24 ആയാലും മിനിമം മാർച്ചൊക്കെ ആയിട്ടൊക്കെ മിക്കവാറും നമ്മുടെ S24 സീരീസുകൾക്കും നമ്മുടെ ഈ 8.5 സ്റ്റേബിൾ അപ്ഡേറ്റ് ഇടാനുള്ള ചാൻസ് ഉള്ളൂ. അത് ഗസ്സിങ് ആണ് കേട്ടോ. അതെന്ന് വെച്ചാൽ അവർ ഇതുപോലെ നമ്മുടെ ഒരു ടൈം ഫ്രെയിമോ സംഭവമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും അടുത്ത കൊല്ലമായിരിക്കും S25 അൾട്ര അല്ലെങ്കിൽ S25 സീരീസുകൾക്ക് നമ്മുടെ ബീറ്റ പ്രോഗ്രാമിലേക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കത് മിനിമം ഒരു 3 മാസം നമുക്കൊന്ന് വെക്കാം. അപ്പോൾ ബീറ്റ പ്രോഗ്രാം അപ്ഡേറ്റ് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യുന്ന പ്രൊസീജിയർ അറിയില്ലെങ്കിൽ നമ്മുടെ സാംസങ് മെമ്പർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. നിങ്ങൾ സാംസങ് യൂസർ ആണെങ്കിൽ സാംസങ് മെമ്പർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ അതിൽ കാണിക്കും നിങ്ങൾ S25 നിങ്ങളുടെ ഫോൺ എലിജിബിൾ ഡിവൈസ് ലിസ്റ്റിൽ വരുന്ന ഫോണാണെങ്കിൽ അതിൽ ഓൾറെഡി നമ്മുടെ ഈ 8.5 അപ്ഡേറ്റ് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ കിട്ടാം ബാനറായിട്ട് വരും. മുമ്പ് നമ്മൾ 1UI അപ്ഡേറ്റ് വന്നപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഫോൺ പ്രൈമറി ഡിവൈസ് ആണെങ്കിൽ ഞാനിത് സൈനപ്പ് ചെയ്യാൻ പറയില്ല. ഇവരുടെ നോർമലി ഈ ബീറ്റ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ വലിയ ബഗ്ഗൊന്നും വരാറില്ല. ഇതുവരായിട്ട് 7 ആയിക്കോട്ടെ 8 ആയിക്കോട്ടെ ഒന്നും വലിയ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഇഷ്യൂസ് ഒന്നും അല്ലെങ്കിൽ എന്താ പറയുക ബഗ് സംഭവമൊന്നും വന്നിട്ടില്ല. പക്ഷേ എന്നാലും നിങ്ങളുടെ പ്രൈമറി ഡിവൈസ് ആണ് നിങ്ങളുടെ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന ഫോണെങ്കിൽ ഞാൻ നമ്മുടെ ഈ ബീറ്റ പ്രോഗ്രാമിലേക്ക് സൈനപ്പ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം വെച്ചാൽ ബഗ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇത് ഈ ബീറ്റ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ എന്താ പറയുക ഇതിൽ കുറേ ബീറ്റാസ് വരും. അപ്പോൾ ഇതിൽ എന്താ പറയുക ഫസ്റ്റ് ഇറങ്ങുന്ന ബീറ്റ വരും, സെക്കൻഡ് ബീറ്റാസ് വരും. അത് ആക്ച്വലി ഒരു പറഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ ആദ്യം ഇറങ്ങുന്ന ബീറ്റ പ്രോഗ്രാമിലായിരിക്കും ഏറ്റവും കൂടുതൽ ബഗ് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് പ്രൈമറി ഡിവൈസ് ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ഫോൺ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് വന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേരാഴ്ച ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത് S25 അൾട്ര എടുക്കുന്നതാണോ S24 അൾട്ര എടുക്കുന്നതാണോ ബെറ്റർ എന്ന് വെച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. കമൻ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ഞാൻ S25 അൾട്ര ഇപ്പോൾ കിട്ടുമോ നോക്കട്ടെ ആദ്യം. എന്ന് വെച്ചാൽ ഞാനിത് ആമസോണിൽ നമുക്ക് ആ ഓഫർ ഒന്നുമില്ല, ആ സമയത്താണ് എടുത്തത്. എന്ന് വെച്ചാൽ ഞാൻ നോർമലി ഇതിൻ്റെ ഫുൾ വിലയിൽ എടുക്കാറില്ല. അവൻ നഷ്ടമാണ്. 1,00,000 മുകളിലൊക്കെ വില വരാറ്. എനിക്കിത് ആക്ച്വലി കിട്ടിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 63 രൂപയ്ക്ക് സാധനം, പുതിയ ഫ്രഷ് സാധനം ആമസോണിൽ കിട്ടിയത് 256 GB വരുന്നുണ്ട് കേട്ടോ. 512 GB വരുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ സെയിൽ ഔട്ട് ചെയ്തു. S24 അൾട്ര ഇപ്പോൾ ഉണ്ടാവുമോ? ഇല്ല, ഇപ്പോൾ കിട്ടാനില്ല കേട്ടോ സാധനം. ഇപ്പോൾ ഇത് മിക്കവാറും ഷോപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ S25 അൾട്ര എടുക്കായിരിക്കും നല്ലത്. S25 അൾട്രയിൽ നോക്കുകയാണെങ്കിൽ വലിയ പ്രൈമറി മെയിൻ ചേഞ്ചസുകളൊന്നും ഇല്ല. പക്ഷേ ചെറിയ ചേഞ്ചസ്, അതായത് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൂടുന്നുണ്ട്, അങ്ങനെ കുറേ ചെറിയ ചേഞ്ചസ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ലെൻസ് 50 MP ആയിട്ടുണ്ട്. പക്ഷേ ഡ്രാസ്റ്റിക്കലി നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ ഈ S24 അൾട്രയ്ക്ക് നിങ്ങൾക്കൊരു 70,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ S25 അൾട്ര നിങ്ങൾക്ക് ഒരു 1,20,000 രൂപയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഓഫ് കോഴ്സ് നിങ്ങൾ S25 അൾട്രയിലേക്ക് പോകാണ്ടിരിക്കുകയായിരിക്കും നല്ലതെന്ന് വെച്ചാൽ ആ പ്രൈസിനുള്ള ആ പ്രൈസ് ഗ്യാപ്പിനുള്ള ഒരു ഡിഫറൻസും S24 അൾട്രയിലും ഇല്ല.
അതിന് പകരം നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ S24 Ultra ഒരു 20,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്, S25 Ultra നിങ്ങൾക്ക് ഒരു 80,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 85,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് S25 Ultrയിലേക്ക് പോയാൽ മതി. പറയുമ്പോൾ പുതിയ ഡിവൈസാണ്, പക്ഷേ പറയുമ്പോൾ അതിൽ നമ്മുടെ S Pen ഒക്കെ കുറേ ഡൗൺഗ്രേഡ് വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് മെയിൻ ഒരു ഇതായി തോന്നിയത്. പിന്നെ വെയിറ്റ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ അവർ ചെറിയ ചേഞ്ചസ് നമ്മുടെ എന്താ പറയുക ഡിസൈനിൽ വരുത്തിയെന്നല്ലോ. എനിക്ക് ആക്ച്വലി ആ ഡിസൈനിൽ വരുത്തിയ ചേഞ്ചസ് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. ശരിക്കും നമ്മുടെ ഒരു A series ഡിവൈസിൻ്റെ ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാരോ ആയി പോയ പോലെ ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ടി വി ലൈക്ക് ലുക്ക് നമുക്ക് തരുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ദുബായിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ എന്തായാലും ദുബായിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ S25 Ultra സീരീസ് തന്നെ വാങ്ങിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രൈസ് നല്ല ഗ്യാപ്പ് കിട്ടും. ഓൾമോസ്റ്റ് നമുക്ക് ഒരു 50 രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് S25 Ultra ഒക്കെ. അങ്ങനെയാണ് നിങ്ങൾ ഓഫ് കോഴ്സ് S25 സീരീസ് വാങ്ങിച്ചാൽ മതിയിട്ടാണ്. പഴയ സീരീസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്തായാലും S26 സീരീസ് ഇപ്പോൾ ഇറങ്ങും റീസെൻ്റ്ലി. വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല, അത് വേറെ കാര്യം. എനിക്ക് ഡിസൈനും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഒരു കേസ് ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും അറിയാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾക്കിപ്പോൾ അത്രയ്ക്കും ലേറ്റസ്റ്റ് സാധനം വേണമെന്നുള്ളവർ മാത്രം ഇത് എടുത്താൽ മതി. അല്ലാണ്ടുള്ള ഡ്രാസ്റ്റിക് ചേഞ്ചസോ അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രൈസ് കൊടുക്കണതിൻ്റെ ഫുൾ പ്രൈസ് കൊടുക്കണതിൻ്റെ ചേഞ്ചസോ സംഭവമൊന്നും അതിലില്ല കേട്ടോ, അത് വേറെ കാര്യം കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അത് എന്താ പറയുക ഒരു ക്ലാരിഫൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, ഒരു മെസ്സേജ് അയക്കാൻ മറക്കണ്ട, പേജ് ഫോളോ അടിച്ചാൽ മതി. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും നമ്മൾ അവൈലബിൾ ആണ്. കമൻറ്റ് ചെയ്താലും മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഓഡിയോ കമൻറ്റ് റിപ്ലൈ ഒക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ. അപ്പോൾ അടുത്ത് കാണാം. ഞാൻ ഇതുപോലെ തന്നെ S25 Ultra അതുപോലെ തന്നെ S25 സീരീസ് ഫോണുകൾ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ടാഗ് ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് പരിപാടി ഒന്നും ഇല്ലല്ലോ. ഹൈപ്പ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണാറില്ലേ, ഹൈപ്പ് ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത് കാണാം. ബൈ.